പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തിന് നന്ദി പറയുന്നു. 39 കൊല്ലം നിന്റെ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തുടർന്നുള്ള ആത്മീയ ആവിഷ്കാരമായ കുർബാന ജീവിതം അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടതിന് നന്ദി പറയുന്നു. കർത്താവേ, അതിൻ്റെ ആസ്തിയിലും അതിൻ്റെ അടിത്തറയിലും അതിലാശ്രയിക്കുന്ന അങ്ങയുടെ അവകാശമോഹരിമാകുന്ന ജനങ്ങളോട് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അണിപ്പിണർന്ന അത്ഭുതകരം ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. മനസ്സ് തളർന്നു പോയവരുണ്ട്. രോഗം മൂലം, പീഡിതകൾ മൂലം, സാമ്പത്തിക ദാരിദ്ര്യം മൂലം, കുടുംബകലഹം മൂലം, ഓരോരുത്തർക്കുമുള്ള ബാധ്യത കാരണം മനസ്സ് തളർന്നു പോയവരുണ്ട്. ഈശോയെ, അവരെ നീ ഇപ്പം ശക്തിപ്പെടുത്തണം. നിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്തെ ശക്തിപ്പെടുത്തണം. നിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരത്തെ ശക്തിപ്പെടുത്തണം.
കർത്താവെ ഉള്ളം കാലം വരെ ദൈവികമായ ശക്തി ആത്മാവേ പരിശുദ്ധാത്മാവേ യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശമുഖരിയുമായി പിതാവിൻ്റെ തിരുസഭയിൽ നിന്ന് വാഗ്ദാനമായ സമ്മാനമായ ദാനമായ പരിശുദ്ധാത്മാവൻ ഇപ്പോൾ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസത്തിനായി ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നത്തെ നിയോഗങ്ങൾക്ക് ശക്തിപ്പെടുത്തണമേ. ഇപ്പോൾ ആത്മാവെ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഇന്നവർ പോകുന്ന വഴികളെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ഇന്നവർ പോകുന്ന സംസാരങ്ങളെ അവരെ ഇടപെടലുകളെ കർത്താവ് ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. കർത്താവ് ചെയ്തു തീർക്കാനുള്ള ജോലികൾ സംസാരിച്ച് തീർക്കാനുള്ള സംസാരങ്ങൾ, പ്രാർത്ഥിച്ചു തീർക്കാനുള്ള പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ. അമ്മയെ പരിശുദ്ധമായ ദേവമാതാക്കാനായ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ അറിയാത്തപ്പോൾ അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുസന്നിധി അർപ്പിക്കുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഉടമ്പടിയെടുത്ത എല്ലാ മക്കൾക്കും സഞ്ചാരി മാതാവേ സമയത്തിൻ്റെ റാണി എപ്പോഴും അവർക്ക് അനുഭവവേദ്യമാക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ദൈവസ്നേഹം, ഞങ്ങളുടെ പ്രത്യാശ നില അർപ്പിച്ചുകൊണ്ട് കർത്താവ് ജീവിക്കുന്ന മക്കൾക്ക് കർത്താവേ അങ്ങ് വലിയ ഈ അടരാട്ട ജീവിതത്തെ അങ്ങ് ആത്മശക്തി ആത്മധൈര്യമായി അഭിഷേകമായി അങ്ങയുടെ മക്കൾക്ക് അടയാളങ്ങളുടെ അനുഭവവേദ്യമാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയ നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. ഗോഡ് ഇൻഫ്യൂസ് ദി സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. നമ്മളെ ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് രക്ഷയുടെ സമവാക്യമാണ് അല്ലേ? അത് നമുക്കറിയാം. എന്താണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. എന്നുവെച്ചാൽ യോഗ്യതകളെ മെറിറ്റ് ചില സമയത്ത് വിലപ്പോകാത്ത അവസരങ്ങളുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ അമിതമായ ആത്മവിശ്വാസവും അത് കവിഞ്ഞ അഹങ്കാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. എന്താ കാര്യം? അവർക്ക് 97 മാർക്കുണ്ട്, 98 മാർക്കുണ്ട്. ഞാൻ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണത്? കാര്യം എനിക്ക് മുത്തിക്കൊണ്ട് എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ മുത്തിക്കൊണ്ട് എനിക്ക് അഡ്മിഷൻ തരുമെന്നൊക്കെ പറയും. അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുക. അത് വെറുതെ മുട്ടികളുടെ മൂഢസ്വർഗത്തിലാണ്. കാരണം നീ 98 മാർക്കുകാരൻ അഡ്മിഷൻ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണത്? ആകപ്പാടെ 5 സീറ്റും ഉണ്ടാകും, 98 മാർക്കുകാരൻ 10 പേരും ഉണ്ടാകും. ആർക്ക് കൊടുക്കും? ഈ പ്രശ്നമുണ്ട്, ഈ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക, ജീവിതം എന്ന് പറയണത് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗ്രേസ് ഇല്ലാതെ ഫില്ലാകത്തില്ല. ഗ്രേസ് നമ്മൾ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് ഇപ്പോൾ നമുക്ക് ഗ്രേസ് വേണ്ട, മെറിറ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം? നമ്മുടെ റിട്ടേൺസും നമ്മുടെ അനുഗ്രഹങ്ങളും കുറവായിരിക്കും. കാര്യം എന്താണ്? മെറിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. എന്താണ്? നിങ്ങൾ വിതക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും. ആണ്ടാ. അപ്പോൾ മെറിറ്റിൻ്റെ അനുസരിച്ച് നോക്കാനാണെങ്കിൽ ആ മെറിറ്റ് അനുസരിച്ചുള്ള നമുക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹമേ നമുക്ക് കിട്ടത്തുള്ളൂ. അനുഗ്രഹമില്ല, ആനുകൂല്യമായാലും എന്തായാലും മെറിറ്റിൻ്റെ ഒരു അപാജയം അതാണ് ഈശോ പറഞ്ഞത്. ഗലാത്യ 5:6-7 എടുത്ത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതാണ് മെറിറ്റിൻ്റെ പ്രശ്നം. അതാണ് യോഗ്യത മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ യോഗ്യതയുള്ളൊരു അഹങ്കാരം പിടിച്ചിരിക്കരുത്. ഇപ്പം ആരോഗ്യമായിട്ട് യോഗ്യത ഉണ്ടാകും, പണപരമായിട്ട് യോഗ്യത ഉണ്ടാകും. ഇതൊന്നും നിങ്ങൾ രക്ഷിക്കത്തില്ല. ധർമ്മത്തിലൂടെ നേടിയാലും അധർമ്മത്തിലൂടെ നേടിയാലും ഈശോ ചോദിക്കണില്ലേ, നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും? അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ലൂക്ക 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അപ്പോൾ അതായത് അധാർമികമായ സമ്പത്ത് കൊണ്ടായാലും ശരി എന്ത് ചെയ്യണം? അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ മെറിറ്റ് നേടുന്നത് ചിലപ്പോൾ ഗുസ്തി കൊണ്ടും മത്സരം കൊണ്ടും മറ്റുള്ളവരുടെ കാലുവാരിക്കൊണ്ടും ദൈവത്തെ അറിയാത്ത കാലത്ത് മനുഷ്യൻ പല വിക്രിയകൾ കാണിക്കും. പക്ഷേ എങ്കിലും അതിനെ അനുദപിച്ചുകൊണ്ട് അതെല്ലാം വൈറ്റാക്കാൻ പറ്റും. ഇപ്പം ചില കള്ളന്മാർ ചെയ്യുന്നതില്ലേ, ബ്ലാക്ക് വൈറ്റാക്കാൻ വേണ്ടി കുറേ സൂത്രം കാണിക്കത്തില്ലേ, ഇതുപോലെ തന്നെ ആധ്യാത്മികതയിലും ബ്ലാക്ക് വൈറ്റാക്കാൻ പറ്റും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മെറിറ്റ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും ദൈവത്തെ അംഗീകരിക്കണത് കൊണ്ടോ അംഗീകരിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നത് കൊണ്ടോ
1:29 അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അധാർമിക സമ്പത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അത് അധികാരം നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനുഷ്യ സേവനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് എന്താണ്, മേലിൽ നിങ്ങൾ പാപം ചെയ്യരുത്, അതാണ് സംഭവം. അല്ല പാപം ചെയ്യുകയും പിന്നെ അത് അധർമ്മത്തിന് കൊടുക്കുകയും പിന്നെയും പാപം ചെയ്യുകയും അധർമ്മത്തിന് കൊടുക്കുകയും ഈ അഭ്യാസം ദൈവം അംഗീകരിക്കത്തില്ല. മനുഷ്യരെല്ലാം ഒരുക്കി വെക്കണമല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടി. നിക്ഷേപം ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകും, അതാണ് ആ വിഷയം. മെറിറ്റ് കൊണ്ടായാലും ശരി, എങ്ങനെ ആയാലും ശരി, മെറിറ്റില്ലാതെ അധാർമികം കാണിച്ചാലും ശരി, ഈ ഭൗതികമായ അസ്ഥിവാരങ്ങൾ കൊണ്ടാകുന്നതിൻ്റെ കുഴപ്പം ഇത് അന്യാധീനപ്പെട്ട് പോകുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഇഡിയറ്റ്, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇത് അനുദിനം ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അനുദിനം ചോദിക്കേണ്ട ചോദ്യം, നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതാകും? ഇത് ചോദിച്ചാൽ മാത്രം നമ്മൾ വിശുദ്ധരായി മാറും. എന്താണ്, പാപത്തിൻ്റെ അപകട മേഖലയിൽ നമ്മൾ ദൈവമേഖലയിലേക്ക് വരും. അതായത് വചനധ്യാനത്തിൻ്റെ സംഭവം, അതായത് ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതാകും. ഈ മെറിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, മെറിറ്റിനെ ആശ്രയിച്ചാലും അത് നമ്മളെ ഒരിക്കലും അത് നിങ്ങളെ കൈവിടുമെന്ന് ഈശോ പറയണത്. നിത്യകൂടാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഇത് സഹായകരമല്ല എന്നാണ് പറയണത്. പക്ഷേ അധാർമികമായ സമ്പത്തും അനീതിയോടെയുള്ള നിയമം വിട്ട് വളയമില്ലാത്ത ചാടി നമ്മൾ ആർജിക്കുന്ന എല്ലാ ആസ്തി ഭദ്രതകളും കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് നിത്യകൂടാരങ്ങൾ നിങ്ങളെ സ്വീകരിക്കേണ്ടതിന് അത് വിറ്റ് ദാനം ചെയ്യാൻ പറഞ്ഞ ഈശോ തന്നെയാണ് പറഞ്ഞത്, സ്നേഹിതന്മാർ സമ്പാദിക്കാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മുടെ പാപം ഉപേക്ഷിച്ച് അനീതിയും അഴിമതിയൊക്കെ ഉപേക്ഷിച്ച് കള്ളത്തരവും കള്ളത്തറാസും ഒക്കെ ഉപേക്ഷിച്ച് നമുക്കങ്ങനെ കേവലമായിട്ട് ജീവിക്കാമെന്നല്ല. ബുദ്ധിപൂർവ്വം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നിത്യതയിലാണ് വിശ്വസിക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതിലേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരു ടിപ്സാണിത്. എന്താണ്, ബ്ലാക്ക് വൈറ്റാക്കാൻ കഴിയും. എങ്ങനെ? അത് ബ്ലാക്ക് എടുക്കാനുണ്ടാകുന്ന അധർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും അതേസമയം അധർമ്മത്തിലൂടെ സമ്പാദിച്ചത് അത് ആവശ്യമുള്ളവരെ കൊടുത്തിട്ട് അതുപോലെ നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ക്ലീനായി നിൽക്കുകയും ചെയ്യുക. ഇപ്പം ക്ലീനായി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പ്രെയറൊക്കെ ഭാരമില്ലാതെ വരണത്. അല്ലെങ്കിൽ എന്നും കൊന്നും നിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. ആ പ്രാർത്ഥന മുഴുവനും നിറച്ച് ആ പ്രാർത്ഥന എന്തുമാത്രം നീ പ്രാർത്ഥിക്കുന്നു അത് മുഴുവനും നിന്റെ ആവശ്യമായിരിക്കും. അത് ഭയങ്കര ശാപം പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബി വെയർ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലൊരു ബിസിനസ്മാൻ എന്നോട് വളരെ ഉത്കണ്ഠയോടുകൂടി ചോദിച്ചു, അച്ഛാ, വൈ ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ? എനിക്ക് എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. എനിക്കെങ്ങനെ സർവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്നാ ഉണ്ടായി? അല്ല, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സപ്ലൈ ചെയ്ത പ്രോഡക്റ്റെല്ലാം റിജക്റ്റായി. ഞാൻ സപ്ലൈ ചെയ്ത ഉൽപ്പന്നങ്ങളെല്ലാം റിജക്റ്റായി. തന്നെ ഇതേ കള്ളക്കേസാണ്. ബിസിനസ് ലോബികൾ എന്നെ പുറത്ത് പിക്ചറിൽ നിന്ന് ഔട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കുതന്ത്രങ്ങളാണ്. ഇവിടെ സത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ടൊരു ബിസിനസ് നടത്തത്തില്ല. നമ്മളതുപോലെ തരികട കാണിക്കണം, അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിക്കണം. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു വലിയ വല്ലാത്ത ഒരു 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 വിശ്വാസ പ്രതിസന്ധി പോയൊക്കെ തോന്നണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം ഒരു ബിസിനസ് ലെവലിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആയിരങ്ങളാണ് ഉള്ളത്. അപ്പോൾ
ഇതുപോലെ എല്ലാവർക്കും ഒരുപോലെ വിശ്വാസ പ്രതിസന്ധി ഉണ്ടായാൽ അതിന് പരിഹാരം പറയാൻ ആത്മീയ മേഖലയിൽ ശുശ്രൂഷിക്കുന്നവർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഇങ്ങനെ ഒത്തിരിയേറെ വികാരാധീനനായി സംസാരിക്കാൻ ഇപ്പം എന്താ ഉണ്ടായെന്ന് ചോദിച്ചു. അച്ഛാ, അത് റിജക്റ്റ് ചെയ്ത മെത്തഡല്ല, ഇപ്പോൾ വിജിലൻസ് എൻക്വയറി ആയി, ഇപ്പം ക്രൈംബ്രാഞ്ച് എൻക്വയറി വരാൻ പോണെന്ന് കേട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഈശോയോട് ആലോചന ചെയ്ത്, അപ്പോൾ എന്ന മെസ്സേജ്, ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതേ രോഗികൾ ശക്തിപ്പെട്ട് ഭരണത്തിൽ ശക്തിപ്പെട്ട് അവസാനം CBI എൻക്വയറി വരുമെന്ന്. പക്ഷെ അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്താ എൻക്വയറി വന്നാലും പരിശുദ്ധ അമ്മ നിങ്ങളെ സംരക്ഷിക്കുമെന്ന്. അമ്മ പറയുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അവൻ പറയണത് പോലെ ചെയ്യാൻ. അതായത് ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കുവാനും അമ്മ നമുക്ക് ശക്തി തരും. അതുതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം അതിനെല്ലാം പറഞ്ഞ പോലെ, സന്ദേശത്തിലും ദർശനത്തിലും പറഞ്ഞ പോലെ CBI വന്നു, എല്ലാവരും ശിക്ഷിക്കപ്പെട്ടെങ്കിലും അമ്മ അദ്ദേഹത്തെ സംരക്ഷിച്ചു. കാര്യം സത്യത്തിൻ്റെ ഒരു കണിക വരുമ്പോഴും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ പിന്നെ മറ്റുള്ളവരെന്നെ ശിക്ഷിച്ചത്? അതായത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, വിശ്വാസം ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടായി വന്നിട്ട്, ചേട്ടായി കാനഡയിലേക്ക് പോവുകയാണ്, അമേരിക്കയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പോൺസർ ഇദ്ദേഹത്തിന് വിസ പ്രോസസ്സിങ്ങിൻ്റെ കാലത്ത് അപകടത്തിൽ മരിച്ചു. പിന്നെ ഇദ്ദേഹം അദ്ദേഹത്തെ മരണം കഴിഞ്ഞെങ്കിലും ആ സ്ഥാപനത്തിൽ നിന്ന് വേറെ വിസ സംഘടിപ്പിച്ച് ഇദ്ദേഹം പോകാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്നപ്പോൾ അതിന് ബോധക്കേടുണ്ടായി. ആ ബോധക്കേടിൽ രക്ഷപ്പെട്ട് ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് പോയാൽ മതിയാകത്തുള്ളൂ. വീണ്ടും അദ്ദേഹം എയർപോർട്ടിൽ ചെന്നപ്പോൾ വീണ്ടും ബോധക്കേടുണ്ടായി. അപ്പോൾ തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അച്ഛാ, ഞങ്ങൾക്ക് വല്ല പൂർവികയുടെ വല്ല കുഴപ്പമുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്കും അത് പെട്ടെന്ന് തോന്നിയപ്പോൾ ഇവരെ ആദ്യം പരിചയമില്ല, അവരുടെ ആത്മീയ കണ്ടീഷൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഒരു നമ്പർ പറയാൻ പറഞ്ഞു. അവർ 18 പറഞ്ഞു. പിന്നെ ഒരു നമ്പർ കൂടി പറയാൻ പറഞ്ഞു. അവർ 7 പറഞ്ഞു. ഞാൻ പറഞ്ഞു, സുവിശേഷം പറയാൻ പറഞ്ഞു. മത്തായി പറഞ്ഞു. കാര്യം നമുക്കറിയാം, എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതായത് നല്ല നിർണായകമായ വേദന നിൽക്കുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോ വചനത്തിൽ സംസാരിക്കും, സത്യാവസ്ഥ പറയും. അപ്പോൾ എനിക്ക് പൂർവികരുടെ പാപങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒത്തിരിയേറെ മുതലെടുപ്പുകൾ സമൂഹത്തിൽ നടക്കുന്ന കാരണം ഞാനത് സുവിശേഷ വിഹിതമല്ല. നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാരെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ആത്മാക്കൾ ചത്തുപോയി ആത്മാക്കൾ വരെ പേടിച്ച് മനുഷ്യൻ വീട് സ്ഥലമൊക്കെ തീർത്തി കൊടുത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഈശോ സത്യം പറയും, നിങ്ങൾ തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ 18:7 മത്തായിയുടെ സുവിശേഷം തുറന്നു നോക്കി. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം വന്നു. ഞാൻ പറഞ്ഞു, നിന്നോട് ആരും പറഞ്ഞ കാനഡയിൽ പോകാൻ? ഇപ്പോൾ എല്ലാവരും കെട്ടിയെടുത്ത് കാനഡയിലും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞേ, വേറെ നാട്ടിൽ നിൽക്കേണ്ട ആർക്കും. +2 തോറ്റവർക്ക് പോലും നിൽക്കേണ്ട. മാർക്ക് 55% ആണെങ്കിൽ അവർക്ക് കാനഡയിൽ പോകണം. എന്താ, ഓരോ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോകുന്ന കാരണം അവർക്കും പോകണം. അപ്പോൾ അത് ഇതുപോലുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു പാലക്കാട് നിന്നൊരു കേസ് കേട്ട്, മകനും ഇവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ഒരാൾ നേഴ്സ്, ഒരാൾ LD ക്ലർക്ക്. കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ടിനെയും രാജിവെപ്പിച്ച്. ആര്? ചെറുക്കൻ്റെ അപ്പൻ. ചെറുക്കൻ്റെ അപ്പൻ എന്തിനു രാജിവെച്ചത്? ചെറുക്കൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മക്കളും അനിയൻ്റെ മക്കളും ഒക്കെ സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലേക്കുമാണ്. അപ്പോൾ ഇയാൾ മാത്രമേ LD ക്ലർക്കായിട്ടിരിക്കണം, ഒരുത്തി നേഴ്സായിട്ടിരിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ LD ക്ലർക്കിനെ നേഴ്സിനെയും രാജിവെപ്പിച്ച് ആ മനുഷ്യൻ അമേരിക്ക വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ മകൻ ഇവിടുത്തെ LD ക്ലർക്ക് അവിടെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക. ഇവിടുത്തെ നേഴ്സ് പോയി അവിടെ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്. എന്തൊരു ഗതികേടാണ്. മനുഷ്യന്മാർക്ക് പുതിയ മലയാളത്തിൽ സംഭവിക്കുന്ന ഇതെല്ലാം പ്രലോഭനങ്ങളാണ്. നിമിത്തം ലോകത്തിന് ദുരിതം. ഇപ്പോൾ ഈ 37 പറയുവേ, എല്ലാവർക്കും എല്ലാം നല്ലതാണ്, പക്ഷേ എല്ലാവർക്കും എല്ലാം നല്ലതല്ലെന്ന്. അപ്പോൾ ഓരോരുത്തന്മാർ ഓരോ കാണിക്കുന്നത് അതിനെ കൂടി നമ്മളും കാണിച്ചേക്കുകയാണ്. ഇതൊക്കെ ദൈവത്തെ മറന്നുള്ള പരിപാടിയാണ്. എന്നെക്കൊണ്ട് ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് ദൈവത്തോട് സഹിതം ചേർന്ന് ചിന്തിക്കണം. ദൈവത്തോട് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ മിസ്ഗൈഡ് ചെയ്യത്തില്ല. നമ്മൾ മിസ്ഗൈഡ് ചെയ്യുന്നത് ആരാണ്? വേറെ അരൂപികളാണ് മിസ്ഗൈഡ് ചെയ്യുന്നത്. ലോകാരൂപി, ദുഷ്ടാരൂപി.
പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല. ഈ മനുഷ്യൻ വിശ്വാസമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പ്രലോഭനം ഉണ്ടായത് നിങ്ങളുണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് കുരിശ് വന്നത് നിങ്ങളുണ്ടാക്കിയതല്ല, നിങ്ങൾക്ക് തകർച്ച 1 by 1 ആയിട്ട് വരുന്നത് നിങ്ങളുണ്ടാക്കിയതല്ല, ഇത് ദൈവം ഉണ്ടാക്കിയതാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? എനിക്ക് തോന്നുന്നത് ദൈവം നാളെ ഒരു വലിയ കർത്താവിനെ അറിഞ്ഞ് ശുശ്രൂഷിക്കുന്ന വലിയൊരു ദൈവജന പ്രഘോഷകനാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തമിഴ്നാട്ടുകാരൻ, മലയാളത്തിൽ ജീവിക്കണതേ ഉള്ളൂ, എനിക്ക് തമിഴ് അറിയാൻ പോലും മലയാളം അറിയാൻ പോലും മനുഷ്യരെ കണ്ടാൽ പേടിക്കുകയും ചെയ്യും, കാലും പിറക്കും, സഭാകമ്പമാണ്. ഇത് അച്ഛൻ എന്തിങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞ ശരി, പക്ഷേ കർത്താവ് അങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, കൃപാസനം പത്രത്തിൻ്റെ 2ാം പേജ് എഴുതുന്ന വിജയകുമാറാണ് ആൾ. അദ്ദേഹം ഇന്ന് 850 തൊട്ട് 1000 വരെ ആൾക്കാരെ കോയമ്പത്തൂരിൽ ധ്യാനകേന്ദ്രം നടത്തുന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് 100-500 പേര് ആ ദിവസം വന്ന് കൗൺസിലിംഗ് നടത്തും. അപ്പോൾ ഞാൻ അന്ന് ഒരു മല്ലിക്കച്ചവടക്കാരനോ അരിക്കച്ചവടക്കാരനോ ആയിരുന്നു. വലിയ തോതിലുള്ള ചെറിയ ബിസിനസ്സല്ല, വലിയ ബിസിനസ്, ഗവൺമെൻറ് വരെ സപ്ലൈ ചെയ്യുന്ന പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന വിശ്വാസത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളെയും ഈശോ പറഞ്ഞില്ലേ 14, 30, 31 യോഹന്നാൻ്റെ സുവിശേഷം, ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അവൻ എൻ്റെ മേൽ കാര്യമില്ല, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയണം, അതിനു വേണ്ടിയാണ് അവൻ വരണതെന്ന്. നിന്നെ ദൈവത്തിൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ശുശ്രൂഷയാക്കാൻ വേണ്ടി ദൈവം ചില സമയത്ത് നമുക്ക് നൽകുന്ന എല്ലാ വിഷയങ്ങളെയും വിശ്വാസത്തോടെ നേരിടാൻ, ദൈവസ്നേഹത്തോടെ സമീപിക്കാൻ, സുവിശേഷത്തെ വലിയ സാക്ഷിയാക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് വളരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനം പ്രതിസന്ധികളിൽ പതലാതെ പ്രാർത്ഥനയിൽ പ്രത്യാശയോടെ മുന്നേറിയ ആ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച, അഥവാ പെട്ടുപോകുന്നതായപ്പോൾ ദൈവം തന്നെ കോരിയെടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവനെ നിലനിർത്തിയ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വചനത്തിൻ്റെ ശ്രവണത്തിൻ്റെ അതേ അരൂപിയാൽ ഈ സത്യസന്ധമായ സാക്ഷ്യം പ്രാർത്ഥനാപൂർവം കേട്ട് ദൈവക്കരുത്ത് പ്രാപിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ ആലപ്പുഴ പൂന്തോപ്പള്ളി ഇടവക്കാരനാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാനൊരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. 22 വർഷമായിട്ട് എനിക്ക് വീടോ സ്വന്തമായ സ്ഥലമോ ഒന്നും തന്നെയില്ല. 13 വർഷമായിട്ട് ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്. എങ്കിൽ പോലും എനിക്ക് സ്വന്തമായ ഒരു ഭവനം ഉണ്ടാക്കുവാനോ ഒരു ഭവനം വാങ്ങുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഭാര്യ ഇതിനെക്കുറിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമ്പോഴും ഞാൻ മറ്റുള്ളവരുടെ ഭവനം നിർമ്മിക്കുമ്പോഴും അവൾക്ക് ഒത്തിരിയേറെ വേദനകളുണ്ടായിരുന്നു, നമുക്ക് സ്വന്തമായൊരു ഭവനമില്ല എന്ന്. എങ്കിൽ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ വന്ന് മുട്ടിപ്പായി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധമ്മയോട് ഇതിനു വേണ്ടി ഒത്തിരിയേറെ യാചിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ഫലമായി ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന എടുക്കുകയും ഉടമ്പടി പ്രാർത്ഥനയിൽ എൻ്റെ വേദനകൾ എല്ലാം ഞാൻ അമ്മയോട് പറയുകയും ആ ഉടമ്പടിയിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ബോധിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ പൂന്തോപ്പള്ളിയുടെ വാതിക്കൽ തന്നെ എനിക്ക് 8.25 സെൻറ്റ് സ്ഥലം എനിക്ക് സ്വന്തമായി വാങ്ങുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ മണ്ണിൽ നിന്നും എനിക്ക് ലഭിച്ചു. ആ വലിയൊരു വരദാനമാണ് എൻ്റെ അമ്മ എനിക്ക് തന്നിരിക്കുന്നത്. എനിക്ക് 22 വർഷമായി സ്വന്തമായി ഒരു വീടോ സ്ഥലമോ ഇല്ലായിരുന്നു. 48 ലക്ഷം രൂപയ്ക്ക് എടുക്കാനുള്ള ആ ഭാഗ്യം ഈ പരിശുദ്ധ അമ്മ ഈ പരിശുദ്ധ മണ്ണിൽ നിന്ന് എനിക്ക് ലഭിക്കപ്പെട്ടു. അതുകൂടാതെ തന്നെ ഇപ്പം എനിക്കൊരു 3-4 ടിപ്പറും മറ്റു അനുബന്ധ വണ്ടികളും എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ് മാസം ആദ്യമായിട്ട് ആ വലിയ ടിപ്പർ അതിൻ്റെ ഇഞ്ചൻ പൊളിക്കേണ്ടി വന്നു. അതൊരു പുതിയ വണ്ടിയായിരുന്നു. 6.25 ലക്ഷം രൂപ വേണമായിരുന്നു ആ ഇഞ്ചൻ റെഡിയാക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ 1 രൂപ പോലും ഇല്ലായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാനും എൻ്റെ കുടുംബവും നിരന്തരമായി യാചിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് വേറെ ഒരു വഴിയില്ല, 1 രൂപ എനിക്ക് എടുക്കാനില്ല, എൻ്റെ ജീവിത മാർഗം വഴിമുട്ടി, എനിക്ക് ജോലിയില്ല, മറ്റുള്ള വർക്കുകളൊന്നും എനിക്ക് കിട്ടാതെ വന്നപ്പോൾ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കമ്പനി എനിക്ക് ആ 6.25 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ പുതിയൊരു ഇഞ്ചൻ എനിക്ക് ലഭിക്കുകയോ ആ വണ്ടി എനിക്ക് പണിതിറക്കുവാൻ സാധിക്കുകയും ചെയ്തു.
കൃപാസനത്തിന്റെ ഈ അമ്മയുടെ വരദാനത്തിൽ ഞാനും എൻ്റെ കുടുംബം ഒരു കാലത്തും പുറകോട്ടില്ല. എന്തൊക്കെ ത്യാഗങ്ങൾ വന്നാലും, എന്തൊക്കെ തീച്ചുളകൾ കൂടെ കടന്നു വന്നാൽ പോലും ഞാൻ എൻ്റെ കർത്താവായ ഈശോ മിശിഹായെയും പരിശുദ്ധ അമ്മയെ ഞാൻ ഒരു കാരണവശാലും തള്ളിപ്പറയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വലിയ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. ഈ മനുഷ്യൻ്റെ 4 വണ്ടികളും ഒരുമിച്ച് കേടാവുകയും ഡ്രൈവർ അപകടത്തിൽപ്പെടുകയും പലതരത്തിലെ കടങ്ങളിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയും മാത്രം അദ്ദേഹം മുന്നേറി. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കേട്ടില്ലേ, ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ, പരീക്ഷകൾ എനിക്കുണ്ടാകും, പക്ഷേ അതിനെ അതിജീവിക്കാൻ കർത്താവിന് കരുത്ത് നൽകും. നല്ല പ്രത്യാശയോടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു ആവശ്യമാകണം. കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ, കർത്താവിൻ്റെ വചനം പാലിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളും അതിനെ ദൈവത്തിൻ്റെ സ്നേഹത്തോടു കൂടി സുവിശേഷ സാക്ഷിയാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടി കർത്താവ് തന്നെ ഈ പൽത്താരയ്ക്ക് എഴുന്നള്ളി വരികയാണ്. ഇപ്പോൾ പ്രലോഭനങ്ങളിലും പ്രയാസകാലങ്ങളിലും ഒക്കെ ഇരിക്കുന്നവരെ, ടെസ്റ്റിലിരിക്കുന്നവരെ കർത്താവിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കരുത്ത് നേടാം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം. ഇപ്പോൾ ആരാധന ആരംഭിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം കർത്താവേ. ഓരോ മക്കൾക്കും ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈശോയെ അങ്ങ് വചനത്തിലൂടെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ അധികാരി വരുന്ന, എങ്കിലും അവന് എൻ്റെ മേൽ കാര്യമൊന്നുമില്ല. കർത്താവ്, വിശ്വാസികളുടെ മേൽ കർത്താവെ എത്ര ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ വന്നാലും അവൻ്റെ ശരീരത്തെ തൊടാനാവില്ല, അവൻ്റെ ജീവിതത്തെ തൊടാനാവില്ല എന്ന് മാത്രമല്ല കർത്താവെ, അവനെ പ്രതിരോധിക്കുക വഴി ഈശോ അങ്ങയെപ്പോലെ പിതാവിനെ അങ്ങ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ലോകം അറിയാൻ വേണ്ടിയാണ് അവൻ വരുന്നതെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, അങ്ങയുടെ വിശ്വാസികളുടെ നേർക്കുണ്ടാകുന്ന രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, ദുരിതങ്ങൾ, തെറ്റിദ്ധാരണകൾ, കള്ളക്കേസുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അതിലൂടെയെല്ലാം കടന്നു പോകുന്ന ഓരോ മക്കളും കർത്താവെ ഈശോയെ ഈ സമയത്ത് കർത്താവെ നീ പ്രലോഭനങ്ങൾ അതിജീവിച്ച ലൂക്കായുടെ സുവിശേഷത്തിൽ 4:1 പറയുന്നു, നീ നിന്നെ ആത്മാവിൽ നയിക്കപ്പെട്ടുകൊണ്ട് നീ മരുഭൂമിയിലേക്ക് പോയെന്ന്. കർത്താവെ, മരുഭൂമിയുടെ ടെസ്റ്റുകളെ കർത്താവെ, പ്രലോഭനങ്ങൾ കർത്താവെ നീ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ലൂക്ക 4:14 പറയുന്നു, നീ ആത്മാവിൻ്റെ ശക്തിയോടെ തിരിച്ചു വരുന്നത് കർത്താവെ. ഈശോ, ഞങ്ങൾക്കുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾ അത് ഞങ്ങളെ ശക്തീകരിക്കാൻ വേണ്ടിയാണെന്ന് സത്യാവസ്ഥ കർത്താവെ, നിന്റെ ജീവിതം കൊണ്ട് കർത്താവെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ വചനത്തിൽ കർത്താവെ പുനർവായന നടത്തിയിരിക്കുന്ന കർത്താവെ, ഇപ്പോഴും കർത്താവെ അതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കർത്താവെ നീ വിശ്വാസത്തെ കർത്താവെ നിറക്കണമേ, നീ ദൈവസംഘത്തെ കർത്താവ് നിറക്കണമേ. ഈശോ, അങ്ങനെ പ്രതിസന്ധികൾ അതിജീവിച്ച് പോകുവാനുള്ള വിശ്വാസം ദൈവസംഘത്തെ കർത്താവ് ഇപ്പോഴീ നിമിഷം കർത്താവ് ഈ ആരാധന സമീപത്തു നിന്നും വിദൂരത്തു നിന്നും കർത്താവ് കൂടുന്ന എല്ലാ മക്കളും കർത്താവ് ദൈവത്തിന്റെ ശക്തിയുടെ അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, 1 കൊരിന്ത്യർ 13:13 പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിൽ ആലോചിച്ചൊരു കർത്താവേ
കരങ്ങൾ ഉയർത്തി മനപൂർത്തി നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ദൈവസ്നേഹത്താൽ, ദൈവശരണത്താൽ, ദൈവവിശ്വാസത്താൽ ജീവിത പ്രതിസന്ധികളെ നേടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. We praise you, Jesus. Love you, Jesus. ഇതേ അഭിഷേകത്തോട് തന്നെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഇപ്പോഴാണ് നിങ്ങൾ ഈ ധ്യാനത്തിൽ എത്തിച്ചേർന്നതെങ്കിൽ നിങ്ങളെയും ആശീർവദിക്കണം ഈശോ. ഈ ആശീർവാദം അടുത്ത സാന്ത്വനാഭിഷേകത്തിലേക്ക് എത്തിച്ചേരുന്നവരെ നിങ്ങളുടെ ഓരോ ഇടങ്ങളിലും ഈ ആശീർവാദം നിങ്ങളുടെ വരത്തും ഇടത്തും കർത്താവിൻ്റെ സാന്നിധ്യമായി നിലകൊള്ളട്ടെ. നിങ്ങളെവിടെയായിരിക്കുന്ന അവിടെയല്ല കർത്താവിൻ്റെ സന്ധിപ്പിൻ്റെ സമാശ്വാസത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ ചുഴന്നു നിൽക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമതേ മാതാവേ, ആരാധന ആശീർവാദത്തിന് തലകുനിക്കുന്ന ഓരോ മകൻ്റെ മേലും കർത്താവിൻ്റെ ശക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ സ്തോത്രം. കർത്താവ് നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിത പ്രതിസന്ധികളിലും വിഷമതകളിലും കർത്താവേ, സങ്കടങ്ങളിലെ തടലിലുമൊക്കെ ആയിരുന്നപ്പോൾ കർത്താവേ, ജോബിനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ജോബ് 1:10 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോബ് ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം വേലികെട്ടി അവന് സംരക്ഷണം കൊടുത്തതുപോലെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും ജീവിത വിഷമതകൾ അറിയുന്ന ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിനായി കരങ്ങളുയർത്തി മനമുയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി എല്ലാ വിഷമതകളും എല്ലാ പ്രതിസന്ധികളും കർത്താവിന് സമർപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും ഇതാ കർത്താവ് ആശീർവദിക്കുകയാണ്. കർത്താവായ ദൈവമേ, കടലിൽ മീതെ നടന്നു നീങ്ങിയ ദൈവമേ, അത്തരം കാഴ്ച കൊടുത്ത ദൈവമേ, ബെഥലേമിൽ കേൾവി കൊടുത്ത ദൈവമേ, ഭൂമന് സംഭാഷണ ശക്തി കൊടുത്ത ദൈവമേ, സമുദ്രങ്ങൾക്ക് സൗഖ്യം കൊടുത്ത ദൈവമേ, കായ്മീലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ദൈവമേ, ജീവിത പ്രതിസന്ധികൾ മൂലം സങ്കടങ്ങൾ മൂലം കർത്താവേ, ജീവിതം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യാ പ്രവണതകളിൽ കഴിയുന്നവര്, ജീവിതം മടുത്തുവെന്ന് വിശ്വസിക്കുന്നവര്, കർത്താവേ, അങ്ങനെ ജീവിതം ഒരു ഭാരമായി തീർന്ന് കഴിയുന്നവരെ എല്ലാം കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ